മലയാള സിനിമയിൽ ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ്. കുറേ നാൾ കൊണ്ട് ഇത് പറയുന്നുണ്ട്. പക്ഷെ ഇതിന് ഫലമൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ഒരു നടി, അവർ നടന്റെ പേരോ സിനിമയുടെ പേരോ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിം ചേംബറിന് നൽകിയ ഒരു പരാതിയിലാണ് പറയരുത് എന്ന് പറയില്ല എന്ന് പറഞ്ഞ ആൾ തന്നെ അത് പുറത്ത് വിട്ടുകൊണ്ട് അവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ വിൻസി അലോഷ്യസ് ഇത് പറഞ്ഞതുകൊണ്ട് അവർക്കിനി ഒരുപാട് സിനിമകളൊക്കെ കിട്ടും, അവർ ശ്രദ്ധിക്കപ്പെടുമായിരിക്കും അല്ലേ? മനസ്സിലായില്ല. അല്ല, അവര് തുറന്നു പറച്ചിൽ നടത്തിയല്ലോ, നടന്റെ പേരൊക്കെ പറഞ്ഞു, സിനിമയുടെ പേരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് വിൻസി അലോഷ്യസിന് ഇനി കൂടുതൽ സിനിമകൾ കിട്ടുകയും ഈ മറ്റു നടന്മാരെ ഒഴിപ്പിച്ചു നിർത്തുകയും. പക്ഷെ പുരുഷ കേന്ദ്രീകൃതമാണെന്നല്ലേ നമ്മൾ സിനിമയെ കുറിച്ച് അല്ലെ സിനിമ ഫീൽഡിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വിൻസി അലോഷ്യസിനെ ഒന്ന് മാറ്റി നിർത്തിയാലോ, പുതുമുഖ നടികൾ വരട്ടെ വേറെ. അതായിരിക്കും മലയാള സിനിമ എടുക്കാൻ പോകുന്ന തീരുമാനം. അതായത് ലഹരി ഉപയോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഉപദ്രവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരൊക്കെ പരാതിയുമായി വന്നോ അവരെ ഒന്നും പിന്നീട് നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല. അപ്പോൾ പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ മേഖലയിൽ ഇപ്പം ആരോപണം ഉന്നയിച്ച നടന് കൂടുതൽ സ്വാധീനമുണ്ടെങ്കിൽ ആ നടൻ വിചാരിക്കുന്ന ആളുകളെ ആ സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ അടുത്ത സിനിമയിൽ ഉണ്ടാവൂ. സിനിമയിലേക്ക് നായികയെ കാസ്റ്റ് ചെയ്യുമ്പോൾ നായികയ്ക്ക് ഇത്ര റോളുകൾ അല്ലെങ്കിൽ ഇത്ര അവസരങ്ങളെ സാധാരണയിൽ മലയാള സിനിമയിൽ ലഭിക്കാറുള്ളൂ. വളരെ അപൂർവമായിട്ട് ഉർവശിയോ മഞ്ജു വാര്യരോ അങ്ങനെയൊക്കെയുള്ള നടിമാർക്ക് നല്ല റോളുകൾ കിട്ടും എന്നതിനപ്പുറത്തേക്ക് ഒരു നായിക എന്ന നിലയിലുള്ള പ്രാധാന്യമേ കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വിൻസി അലോഷ്യസ് മാറിയിട്ട് എക്സോ വൈയോ ഇസഡോ വന്നാൽ എന്താ പ്രശ്നം? അപ്പോൾ ആ നിലയിലേക്ക് നായകന്മാർ ഒരു നിലപാടെടുത്ത് ഇപ്പം നമ്മൾ ഈ കേസിൽ ഉൾപ്പെട്ട ആളെക്കുറിച്ച് പറയുന്നു. ഇയാൾ മുമ്പ് കേസിൽ പ്രതിയായിരുന്നു. 2015 ഈ പറയുന്ന നടൻ അല്ലേ, ഈ നടനും 4 മോഡലുകളും ഉൾപ്പെടെ കൊച്ചിയിൽ പോലീസിന്റെ പിടിയിലായതാണ്. അന്നാണ് കൊക്കൈൻ എന്ന് പറയുന്ന മയക്കുമരുന്നിനെ കുറിച്ച് മലയാളികൾ കേട്ടു തുടങ്ങുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അന്നേ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം 2015 നടന്ന കേസിൽ 2025 ആയപ്പോഴേക്കും ഈ നടനെയും 4 മോഡലുകളെയും കേസിൽ തെളിവില്ലാന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. അപ്പോൾ 10 വർഷം മുമ്പേ സിനിമാ സെറ്റിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ആളുകളുണ്ടായിരുന്നു, അതിനുള്ള അവസരമുണ്ടായിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല. ഇവിടെയും മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഒരാളുടെ കമൻറ്റാണ്, ഒരു സിനിമാ നടൻ, ഒരു യുവനടനാണ്, അയാൾ രാത്രി വിളിച്ച് നിർമ്മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു അത്ര എനിക്ക് കഞ്ചാവ് വേണമെന്ന്. അയാൾ എവിടെ നിന്ന് കഞ്ചാവ് കൊടുക്കാൻ അയാൾ പെട്ടുപോയി. പിന്നെ 3-4 മണിക്ക് അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ പറയുന്നിട്ട് ഇവിടെ ഈ കാരവൻ ഉണ്ടല്ലോ, ഈ സിനിമാ താരങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള AC മുറി അല്ലേ, ആ മുറിയിൽ ഒന്നും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നടൻ്റെ കാരവൻ പരിശോധിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇതിനെക്കാട്ടിയും വലിയ കഞ്ചാവിൻ്റെ മണം വേറെ എവിടെ നിന്നും കിട്ടാനില്ല എന്നൊക്കെ രീതിയിൽ ആളുകൾ പരാമർശം നടത്തണമെങ്കിൽ ഇത്തരത്തിൽ വളരെ പരസ്യമായ വളരെ പബ്ലിക്കായിട്ടുള്ള ഉപയോഗം ഈ സിനിമാ മേഖലയിൽ നടക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പരാതിയുമായിട്ട് വന്ന ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ കേസുമായിട്ട് മുന്നോട്ട് പോവുകയോ ചെയ്യാൻ അവരും തയ്യാറല്ല. കാരണം അവർക്ക് അവരുടെ കരിയറൂടെ നോക്കണമല്ലോ. അപ്പോൾ പുരുഷ നടൻ അല്ലെ ഒരു പുരുഷ താരത്തെക്കാളിലും വനിതാ താരങ്ങൾക്ക് ഈ പറയുന്ന കരിയറിൻ്റെ അല്ലെങ്കിൽ ഒരു അവസരങ്ങളുടെ അഭാവം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളുമായിട്ട് ഇവർ മുന്നോട്ട് പോവില്ല. ഇപ്പോൾ 10 വർഷം മുമ്പുണ്ടായ ഒരു കൊക്കൈൻ കേസിൽ പ്രതികളായ ആളാണ് ഇന്നും ഈ സിനിമയിൽ ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അയാൾ എന്നിട്ട് എന്താ പിന്നീട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് എന്താ, അയാൾ മറ്റേ സിനിമയിൽ 2020 സിനിമയിൽ നിന്ന് മറ്റേ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുന്നു, പിന്നെ മറ്റേ ടോം ക്രൂസ് ഒരു സിനിമയിൽ ജനലെ പിടിച്ച് ഇറങ്ങുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് പരിഹസിക്കാൻ ഇപ്പോഴും തൊട്ടടുത്ത ദിവസവും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ആത്മവിശ്വാസം എത്ര വലുതായിരിക്കും. അല്ല, പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിജി ഒന്ന് ആലോചിച്ച് നോക്കും, വിൻസി അലോഷ്യസ് ആ നടി ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് അവർ ഈ പരാതി കൊടുത്തതിന്റെ പേരിലാണ്. അവരുടെ ചാനലിലെ എല്ലാ അഭിമുഖങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. പരാതി കൊടുത്തു പോയല്ലോ, ഞാൻ അറിയാതെയെങ്കിൽ ഈ ഫിലിം ചേംബറിൽ അയാൾ വിളിച്ചപ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ട് ഞാനത് പറഞ്ഞു പോയല്ലോ എന്നതിൽ പശ്ചാത്തപിക്കുകയാണ് അവർ. അതായത് അതങ്ങനെ അങ്ങ് പൊക്കോട്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഞാനൊരു ശബ്ദം ഉയർത്തണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്താൽ മതിയായിരുന്നു. അല്ലാതെ ഇപ്പോൾ വിൻസിയുടെ സിനിമാ ഭാവി കൂടിയാണ്. നമുക്കിപ്പോൾ അറിയാം, പല ഈ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുന്ന കേട്ടു, ഒരു സിനിമയിലൂടെ കടന്നു വന്ന ഒരു നായിക നടി, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ നടി ഒരു പാട്ട് കൊണ്ടാണ് ആ നടി ഹിറ്റായത്. ആ നടി ഹിറ്റായപ്പോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വിജയിച്ച് നിന്ന ഒരു നടൻ, ആ നടൻ ഈ നടിയെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഒരു ദിവസം ഷൂട്ടിംഗ് നിർത്തി ഈ നടി ദുബായിലുണ്ടായിരുന്നപ്പോൾ ഈ നടിയുടെ അടുത്തേക്ക് പോയപ്പോൾ ഈ നടി നീറ്റായിട്ടുള്ള നടിയായതുകൊണ്ട് അവർ പറഞ്ഞു, എന്നെ അതിനൊന്നും കിട്ടത്തില്ല,
ഞാൻ പിന്നെ ഈ ഒരു കാര്യത്തിനല്ല സിനിമയിലേക്ക് വന്നത്, എനിക്ക് അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്, ഞാൻ ഈ വരത്തില്ല എന്ന് പറഞ്ഞു. ഈ നടൻ ഒരു ദിവസം ആ സെറ്റിന് 45 ലക്ഷം രൂപ നഷ്ടം ഉണ്ടാക്കിയാണ് ഈ നടിയോടൊപ്പം കിടക്ക പങ്കിടാനായിട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ നടി പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആ നടിയെ ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ഒരു സിനിമയിലും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ആ സ്ത്രീ എവിടെയെങ്കിലും തുറന്നു പറച്ചിലുകൾ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവർക്ക് 1-2 സിനിമകൾ ആ നടനോട് ശത്രുതയുള്ള ആരെങ്കിലും തന്നെ കൊടുത്തേനെ. ഇതാണ് മലയാള സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ WCCയിലെ പല അംഗങ്ങൾക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയുന്നു. ആരെങ്കിലും പ്രശ്നം നേരിട്ട ആളിനെ കുറിച്ച് തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്? ഇല്ല. വലിയ വർത്താനമൊക്കെ പറയും, വലിയ ഇങ്ങനെയൊക്കെ ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഇവരാരും തുറന്നു പറയും. ഇപ്പൊ വിൻസി അലോഷ്യസ് പേടിക്കുന്നത് തന്നെയാണ്. തൻ്റെ കരിയർ പോയി, ഇതോടുകൂടി തന്റെ കരിയർ തീർന്നു. അതിലാണ് അവരുടെ പേടി അത്രയും. കാരണം പറഞ്ഞിരിക്കുന്നത് ഒരു ചെറിയ നടനായിരിക്കും, അല്ലെങ്കിൽ അത്ര വലിയ മികവുള്ള നടനായിരിക്കില്ല. പക്ഷെ എങ്കിൽ പോലും ആ നടന്റെ പിന്നിൽ അതിലും വലിയ ശക്തികളായുള്ള ആളുകളുണ്ട്. തന്നെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിവുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് അവര് തെറ്റവർ ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ മുഖഭാവം മുഴുവൻ പശ്ചാത്താപം കൊണ്ടിങ്ങനെ എന്തിനാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞു പോയത് എന്നോർത്ത് അവർ വിലപിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് അവരുടെ പല അഭിമുഖത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ലഹരി ഉപയോഗത്തെ തുടർന്ന് ഈ നടൻ മോശമായി പെരുമാറിയതാണല്ലോ ഈ വിൻസി അലോഷ്യസ് പറഞ്ഞത്. അപ്പൊ വിൻസി അലോഷ്യസ് പറഞ്ഞ കാര്യങ്ങളെ മൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ടിട്ട് അത്തരത്തിലുള്ള നടനാണ്. അപ്പൊ അവരുടെ അഭിമുഖത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ വന്ന് ഡ്രസ്സ് ശരിയാക്കി തരണോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യണം. ആ ആക്ഷനിൽ തന്നെ നടൻ ആരായണെന്ന് ഊഹിക്കാനുള്ള ഒരു കഴിവൊക്കെ മലയാളികൾക്കുണ്ട്. എന്തായാലും അത് പറഞ്ഞില്ല. പക്ഷെ പിന്നീട് ഈ സംഭവം പുറത്തേക്ക് വന്നു. ഇപ്പം അമ്മ പറയുന്നത് എന്താ, അങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3 അംഗ കമ്മീഷനെ വെക്കാം. ഇപ്പൊ എന്താ വിനു മോഹൻ, അതുപോലെ തന്നെ സരയു, അൻസിബ തുടങ്ങിയവരടങ്ങുന്ന ഒരു സംഘമാണ് അന്വേഷിക്കാൻ. ഈ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാനാ? ഇയാൾ ഇനി സിനിമയിൽ അഭിനയിക്കില്ലെന്ന് പറയോ, അതോ ഇതിൽ നിന്ന് മാറ്റി അമ്മയിൽ നിന്ന് പുറത്താക്കും? അമ്മയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഇപ്പൊ സുരേഷ് ഗോപി എത്രയോ നാളായിട്ട് അമ്മയെ പ്രവർത്തിക്കുന്നില്ല, എന്നിട്ട് അപ്പൊ അതിലൊന്നും ഒരു കാര്യമില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പരാതിയുമായിട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമ അല്ലെ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ലഹരി മാഫിയയുടെ പിടിയിലാണ് എന്നുള്ള വ്യാപകമായ ആരോപണമുണ്ട്. അതിൽ നിന്ന് പരാതിയുമായി വരുന്നവരെ പരാതി നൽകിയ ഉടനെ ഒതുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ആരാണ് ഒതുക്കുന്നത്? അപ്പൊ അത്രയും ശക്തമായ മാഫിയല്ലേ ഇത് നിയന്ത്രിക്കുന്നത്? അപ്പൊ മലയാള സിനിമ എന്ന് പറയുന്നത് കോടികൾ അമ്മാനമാടുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ വർഷത്തെ മാത്രം കണക്കെടുത്താൽ എത്ര സിനിമ മലയാളത്തിൽ ഇറങ്ങിയതും അതിൽ എത്ര സിനിമയ്ക്ക് മുടക്കുമുതൽ കിട്ടിയതും അതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം എന്താ? കള്ളപ്പണം ഉൾപ്പെടെ വെളുപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാള സിനിമാ മേഖലയാണ്. അതിൽ അഭിനയിക്കുന്ന ചില താരങ്ങളെ പ്രേക്ഷകർക്ക് അറിയത്തു പോലുമില്ല. എന്നിട്ടും അത്തരം ഒരു സിനിമ സംവിധാനം ചെയ്ത് അത്തരം ഒരു സിനിമ നിർമ്മിച്ച് ഇതൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. പിന്നീട് OTTയിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി എന്ന് അറിയുന്നത്. ഇപ്പം തന്നെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ കള്ളക്കളി നടത്തുന്ന ഒരു വലിയ മാഫിയ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ മാഫിയയ്ക്ക് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് ഇടപാടുകളും കാണത്തില്ലേ? അവർക്ക് എവിടെ നിന്നാണ് പണം കിട്ടുന്നത്? നേരായ മാർഗത്തിലൂടെ കിട്ടുന്ന പണം ഇങ്ങനെ വെറുതെ കളയാൻ ആരും തയ്യാറാകില്ല. പകരം കുറഞ്ഞ വിലയ്ക്ക് അല്ലെ വലിയ ലാഭം കിട്ടുന്ന ബിസിനസ്സുകൾ ചെയ്യണം. അതെന്താണ്? ഒന്നുകിൽ ഈ പറയുന്ന ലഹരി വിൽപ്പനയായിരിക്കണം, ലഹരി കച്ചവടമായിരിക്കണം, അല്ലെ? ഒരു സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ആ താരത്തിന് ആ സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ മുതിർന്ന ഒരു താരമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാഫിയകളുടെ പിൻബലമോ ഉള്ള ആളുകൾ പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഉണ്ടാകുന്നുണ്ട്. ഇത് തുറന്നു പറയാൻ അവർക്ക് അവസരം ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ വിൻസി അലോഷ്യസ് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ട ആ ഒരു വീഡിയോയിൽ പറയുന്നത് അവർ ഭയങ്കര വിഷമിച്ച് ദുഃഖിതയായിട്ടാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞത് സിനിമയുടെ പേര് പുറത്ത് പറയരുത്, ഈ നടൻ ആരാണെന്ന് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടും അത് ചെയ്തല്ലോ, എന്നെ ചീറ്റ് ചെയ്തല്ലോ. അപ്പോൾ സിനിമയ്ക്കുള്ളിൽ തന്നെ അന്തഛിദ്രം നിലനിൽക്കുന്നു, തമ്മിലടി നിലനിൽക്കുന്നു. അവരൊരു അവസരം കിട്ടിയപ്പോൾ മറ്റവന് നേരെ തിരിയുന്നു. അല്ലാതെ ഇതിൻ്റെ ഈ ഇൻഡസ്ട്രിയെ വൃത്തിയാക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും ഉള്ള ശ്രമമല്ല നടക്കുന്നത്. അപ്പോൾ ഈ വിൻസി അലോഷ്യസ് ഇപ്പോൾ ഉയർത്തിവിട്ട വിവാദം ഒരു വലിയ ഭൂതമായിട്ട് പടർന്നു പന്തലിക്കുകയൊക്കെ ചെയ്യും. എത്ര നാൾ? ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് 2 ആഴ്ച. അത് കഴിഞ്ഞാൽ പുതിയ വിഷയം ഉണ്ടാവില്ലേ? മീഡിയയുടെ ശ്രദ്ധ മാറില്ലേ? ഈ സിനിമയിൽ നിന്ന് മാറി മറ്റു കാര്യങ്ങളിലേക്ക് പോയില്ലേ? എന്തിന്? മലയാള സിനിമയിൽ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയും ചെയ്തു. നമ്മുടെ മീഡിയയിൽ, നമ്മുടെ പൊതുസമൂഹത്തിലെല്ലാം ചർച്ചാ വിഷയം അതായിരുന്നില്ലേ? 1 മാസത്തിനപ്പുറത്തേക്ക് അത് നീണ്ടു നിന്നു. അന്ന് രാജിവെച്ച ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ ഈ പ്രതിനിധികൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്യും? അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? അതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയിലേക്ക് പോയി? അതിൽ കുറ്റക്കാർക്കെതിരെ എന്ത് നിലപാട് സ്വീകരിച്ചു? ഒന്നും സംഭവിച്ചില്ല.
ഇവിടെ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനെതിരെയാണ് ഈ ആരോപണം എല്ലാം ഉണ്ടായതെങ്കിലും പോലീസും എക്സൈസും പറയുന്നത് അയാൾ കേസിൽ പ്രതിയല്ല, അയാൾക്കെതിരെ ഒരു തെളിവും കിട്ടിയില്ല. അപ്പോൾ വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന ആൾ ഒറ്റപ്പെട്ടു പോയില്ലേ? ഇവർക്കെതിരെ WCCയുടെ പിന്തുണയുണ്ട്, കുറേ നടിമാരുടെ പിന്തുണയുണ്ട്. എത്ര കാലം, എത്ര ദിവസം? ഇവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? നേരത്തെ തന്നെ പറയുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇവർ പതിയെ പതിയെ ഔട്ടായി പോകും. അവർക്ക് അവസരങ്ങൾ കിട്ടില്ല. അല്ല, വിൻസി എന്ന് ഇനി നമ്മൾ കാണാൻ കഴിയും. നല്ലൊരു നടിയാണ് വിൻസി, നന്നായിട്ട് അഭിനയിക്കുന്ന നല്ല കഴിവുള്ള ഒരു നടിയാണ് വിൻസി അലോഷ്യസ് എന്ന്. പക്ഷെ അവരുടെ ഭാവി ഇതോടുകൂടി, ഒരു സത്യം തുറന്നു പറച്ചിലോടുകൂടി അവരുടെ കരിയർ ഇല്ലാതാകുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ സങ്കടവും വിഷമവും തോന്നുന്നു. ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ട് പെട്ടെന്ന് ആളുകൾ ശ്രദ്ധയിൽപ്പെടുകയും പിന്നീട് അങ്ങ് നായികയായിട്ടൊക്കെ മാറുകയും ചെയ്ത നല്ല കഴിവുള്ള നടിയാ, പറയാതിരിക്കാൻ കഴിയില്ല. ഈ അടുത്ത കാലത്ത് വന്നതിൽ നല്ല കഴിവും സൗന്ദര്യത്തിനപ്പുറം സിനിമയിൽ കഴിവിനാണ് കുറച്ചുകൂടി പ്രാധാന്യമെന്ന് കുറെ നടിമാരെ പോലെ കാണിച്ചു തന്ന ഒരു നടിയാണ് വിൻസി. ഏത് കഥാപാത്രവും അനായാസേന ചെയ്യാൻ അവർക്ക് കഴിവുണ്ട്. പക്ഷെ ഇനി അവരുടെ കരിയർ ഇതോടുകൂടി അവസാനിക്കാനാണ് സാധ്യത. എന്നുവെച്ചാൽ ഒരു വലിയ മാഫിയന്റെ പിന്നിലുണ്ടാവുന്ന തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.